മോളെ വനജേ, നമ്മൾ ഒരു കുടുംബമാണ്. ഞാനും നീയും നമ്മുടെ അപ്പുപോലും. ഈ പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് നിൽക്കണം. കുടുംബം ഭാര്യയും ഭർത്താവും ചേരുമ്പോഴാ കുടുംബം ഉണ്ടാവുന്നത്. എന്റെ ഭർത്താവ് എവിടെ? എന്നെ എന്റെ കുഞ്ഞിനെ അനാഥരാക്കിട്ട് ആ പെരുങ്കളൻ ഓടിപ്പോയില്ലേ? അതുകൊണ്ടല്ലേ അമ്മുമ്മയുടെ അടുത്തുനിന്ന് ഭിക്ഷ പോലെ എനിക്കിത് വാങ്ങിക്കേണ്ടി വന്നത്. ഓ, എന്തൊക്കെ പൊങ്ങച്ചങ്ങള് പറഞ്ഞ അമ്മാവന്റെ മോൻ എന്നെ പറ്റിച്ചത്. എന്നിട്ടിപ്പോ എവിടെ? ഞാൻ നിന്നോട് ചോദിക്കേണ്ട ചോദ്യമാ നീ എന്നോട് ചോദിച്ചത്. അവൻ എവിടെ? മോളെ, അവൻ തിരിച്ചു വന്നാലും ഇല്ലെങ്കിലും എനിക്ക് നിന്നെയോ നിനക്ക് എന്നെയോ ഉപേക്ഷിക്കാൻ കഴിയുമോ? എന്റെ പൊന്നമ്മാവ, ഞാനൊരു കാര്യം പറയാം. ഇനി ഈ 1 ലക്ഷത്തിന്ന് അമ്മാവന് കള്ളു കുടിക്കാൻ 10 രൂപ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആർക്ക് വേണം നിന്റെ രൂപ? ഈ പണം നീ നേരാവണ്ണം ചെലവാക്കണം. ലാഭം കിട്ടുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം. അതിന് അമ്മാവൻ നിന്നെ സഹായിക്കും. പൈസ നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, എന്നെ കൊണ്ട് തുടിക്കണ്ട. മതിയോ? ആ, ഞാൻ ആലോചിച്ച് വേണ്ട പോലെ ചെയ്യാം. ആട്ടെ, ഇപ്പോ എന്താ നിന്റെ മനസ്സ് തെളിഞ്ഞു നിൽക്കുന്നത്? എന്റെ മാനം കെടുത്തി പോലീസിനെ വെട്ടിച്ചു നടക്കുന്ന അമ്മാവന്റെ മോന്റെ വലിയ മോന്തയുണ്ടല്ലോ, അതാ ഇപ്പൊ എന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. അതെ, അതിനെ എന്റെ മോനെവിടെ? അവനെ നീ എന്റെ മുമ്പ് കൊണ്ടുവന്ന് നിർത്ത്, എന്നിട്ട് പറ. മുരളി, വിനീതേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക്. ആ നോക്ക്. അയ്യോ അമ്മൂമ്മ. മുരളി ചേട്ടാ, ദേ അമ്മൂമ്മ വന്നു. വാ അമ്മൂമ്മേ. അതെ, ഇപ്രാവശ്യം അമ്മൂമ്മ വന്നിരിക്കുന്നത് ലോഹ്യം പറയാനൊന്നുമല്ല, വിനീതയുടെ വിഹിതം തരാനാ. വിഹിതം? ആ അതെ മോളെ, ഞാൻ അമൃതയ്ക്ക് കൊടുത്ത 5 ലക്ഷം രൂപ അവളിഞ്ഞ് തിരിച്ചു തന്നു. വിഷ്ണുവിന്റെ നിർബന്ധം കൊണ്ട് ഞാൻ അതങ്ങ് ഭാഗിച്ചു. 1 ലക്ഷം നിനക്കും ഉണ്ട്. എനിക്ക് വേണ്ട അമ്മൂമ്മേ. എനിക്ക് ഇത് വാങ്ങിക്കാൻ അർഹതയില്ലെന്നൊരു തോന്നൽ, അതുകൊണ്ടാ. ആ അതെ, എന്താ അർഹത ഇല്ലാത്തത്? വിനീതയ്ക്കാണ് എല്ലാ അർഹതയും. ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം കൊടുക്കുന്ന ആർക്കാ? മിശ്രവിവാഹം കഴിച്ചവർക്കാ. അത് വെച്ച് നോക്കുമ്പോ ഈ നശിച്ച ജാതി വ്യവസ്ഥക്കെതിരെ ഏറ്റവും വലിയ യുദ്ധം ചെയ്ത് ജയിച്ച കക്ഷിയാണ് വിനീത. ആ, വാങ്ങിക്കണം. നീയും എന്റെ കൊച്ചുമോളല്ലേ, നിനക്കല്ലാതെ വേറെ ആർക്കാ അർഹത? മര്യാദക്ക് ഇത് അങ്ങോട്ട് വാങ്ങിച്ചോ. എടുക്കടാ. വാങ്ങിച്ചോ മോളെ. അമ്മൂമ്മ ഇത്രയും സ്നേഹമായിട്ട് തരുന്നത് എന്തിനാ വേണ്ടാന്ന് വെക്കുന്നത്? വാങ്ങിക്കേ. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ എത്ര വലിയ തുകയാ. എന്റെ ജീവിതകാലം മുഴുവൻ മീൻ വിറ്റാ കിട്ടുവോ? 1 ലക്ഷം. വാങ്ങിച്ചോ. വിനീത പറഞ്ഞതിലും കാര്യമുണ്ട്. ഇത് അമ്മമ്മയുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. കാരണം ഇപ്പോൾ ഞങ്ങൾ ഇല്ലാത്തവരാ. ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന പൈസ ദാനമായിട്ട് തോന്നും, അല്ലെ ഭിക്ഷയായിട്ട്. ഒരു കാലത്ത് ഞങ്ങൾക്കും കാശുണ്ടാവും, അന്ന് ഇത് വാങ്ങിച്ചോളാം. അപ്പൊ ഇത് സമ്മാനമായിട്ടേ തോന്നൂ. ഒറ്റ വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. എന്നോടാണോടാ നിന്റെ ഇല്ലാത്തതും പോലാത്തതും? മര്യാദക്ക് 2 എണ്ണം കൂടെ വാങ്ങിച്ചോ. ഈ അമ്മുമ്മ ജീവിതം മുഴുവനും ഉറുമ്പ് നുള്ളി കൂട്ടി വെക്കുന്നത് പോലെ സമ്പാദിച്ച കാശ. ഇത് എന്റെ പിള്ളേർക്ക് ഉപകാരപ്പെടണമെന്നാ എന്റെ ആഗ്രഹം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതി വെക്ക്. അതാ അമ്മുമ്മയുടെ സന്തോഷം. പൈസ എപ്പോഴാ ആർക്കാ ആവശ്യം വരുന്നെന്ന് ആർക്കറിയാം മോളെ. വാങ്ങിച്ചു വെച്ചോ, ഒരാവശ്യത്തിന് ഉപകരിക്കും. നിങ്ങൾക്ക് നല്ല ഒരു വീട് വെക്കാനോ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോ അവരുടെ ഒരാവശ്യത്തിനോ. മോളെ, മോള് കരയരുത്.
മോളെ കരയാതെ മോളെ. ആ കൊള്ളാം. അവിടെ ചേച്ചിമാര് 1 രൂപയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കൊല്ലാൻ തയ്യാറായി നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ 1 രൂപയ്ക്ക് വേണ്ടി കൂട്ട കൊലപാതകം വരെ നടത്തും. അപ്പോഴാണ് വിനീതയ്ക്ക് സെന്റിമെന്റ്സ്. മുരളി, ഇത് വാങ്ങിച്ച് വെക്കി. ചെല്ലമ്മ അമ്മച്ച് സ്നേഹത്തോടെ തരുന്നതാ. ദൈവമേ, എനിക്കിങ്ങനെ ഒരു അമ്മൂമ്മ തന്നില്ലല്ലോ. അതെ, എന്റെ വീട്ടിലുണ്ട് 2-3 അമ്മൂമ്മമാര്. അരിഷ്ടവും കുഴമ്പും വാങ്ങിച്ച് എന്റെ പാക്കറ്റ് കീറി. ദേ ചുമ്മാ ഇരിക്കെ, അധിക പ്രസംഗം പറയരുത്. ഓ ഇവന്റെ വർത്താനം കേട്ടാ ഇവൻ എന്നും കൊന്നും 16 തോന്നും. എടാ പഴുത്ത ഇല വീഴുമ്പോ പച്ച ഇല ചിരിക്കരുത് കേട്ടോ. അയ്യോ, നാരായണി ചേച്ചിക്ക് ഫീലിങ്സ് ആയി. നമ്മളൊന്നും പറഞ്ഞില്ലേ? അതെ, ഇപ്പൊ നാരായണി ചേച്ചിയും ചെല്ലമ്മച്ചിയും നമുക്ക് ഒരുപോലെ. രണ്ടുപേരും നല്ലപോലെ അധ്വാനിക്കും. പക്ഷേ നാരായണി ചേച്ചിക്ക് ആളുകളോട് സംസാരിക്കുന്നത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അത്രേ ഉള്ളു വ്യത്യാസം. എന്തോന്ന് പറഞ്ഞാ നിന്റെ ഇത് തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. വേണ്ട, ചെല്ലമ്മ പിള്ള നിക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നിന്റെ അമ്മൂമ്മ തന്നത് ഞങ്ങൾ സൂക്ഷിച്ചു വെക്കും. ഇത് ബാങ്കിലിടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റാ. ഇതായിരിക്കും ഞങ്ങളുടെ മൂലധനം എല്ലാ കാര്യത്തിലും. എടാ നമുക്ക് ഈ വീടൊന്ന് പുതുക്കി പണിയടാ. അതിനൊക്കെ സമയമുണ്ടല്ലോ അമ്മേ. ഈ കാശ് വിനീതയുടെ കാശ. ഇതങ്ങനെ ഇരിക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അമ്മമ്മ ചെയ്യാനുള്ളത് അമ്മമ്മ ചെയ്തു. നിങ്ങളെല്ലാരും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കണം. അത്രേ ഉള്ളു അമ്മമ്മയ്ക്ക്. അപ്പോഴേ നമുക്ക് നമ്മുടെ വർക്ക് സൈറ്റിലോട്ട് നീങ്ങാം. ഈ ചെല്ലമ്മച്ചയുടെ ജീവിതം ഒരു കുടുംബ ചിത്രം പോലാണ്. ഒരു സീനിൽ സെന്റിമെന്റ്സ്, വേറൊരു സീനിൽ കോമഡി, ഇനി അടുത്തൊരു സീനുണ്ട്, ആക്ഷനാണ്. മുരളി, നീ വന്നാ കാണാം. ഓരോ അമ്മമാരെ പെടലിക്ക് പിടിച്ച് നിർത്തി പലിശ വാങ്ങിക്കുന്ന കാണാം. അതാടാ ജീവിതം. കരയേണ്ടപ്പ കരയണം, ചിരിക്കേണ്ടപ്പ ചിരിക്കണം, അടിക്കേണ്ടപ്പം അടിക്കണം. അല്ലേടി നാരായണി, നിനക്ക് അടി ഉള്ളുന്ന അസുഖമൊന്നും ഇപ്പഴില്ലല്ലോ? ഉണ്ടോ? ഇല്ലേ. അത് മാത്രല്ല, ഞാനൊരു പാഠവും പഠിച്ചു. മരുമോളെ സ്വന്തം മോളായി കണ്ട ഒരമ്മായിയമ്മയ്ക്കും ദുഃഖിക്കേണ്ടി വരില്ല. എല്ലാ വീട്ടിലും അങ്ങനെയല്ല കേട്ടോ. അമ്മായിയമ്മ സന്യാസിനെ പോലെ ഇരുന്നാലും അങ്ങോട്ട് കയറി വഴക്കിടുന്ന മരുമക്കളും ഉണ്ട്. പക്ഷേ എന്റെ വിനീതമോൾ അങ്ങനെയല്ല കേട്ടോ. ഡാപ്പുകുട്ടാ, എന്നാ നമുക്ക് അധികം സമയം കളയണ്ട, നേരെ ചന്തയിലേക്ക് പോവാം. ശരി 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 മോനെ. നമ്മുടെ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ കുറേ കൂടെ വലിയൊരു ഓഫീസ് വേണം. ഇവിടെ സ്പേസ് തീരെ കുറവാണ്. കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമസ്ഥയ്ക്ക് ഇരിക്കാൻ പറ്റിയ മുറിയല്ലത്. അമ്മ കുഞ്ഞിന് പ്രത്യേക ഒരു മുറി വേണം. ഞാനത് ആലോചിക്കാകെയല്ല. പക്ഷെ കുറച്ച് വർക്ക് കിട്ടിയെന്ന് കരുതി പെട്ടെന്ന് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസ് കൂടിയാ നാളെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ വലിയൊരു ഓഫീസിലേക്ക് പോയിട്ട് വീണ്ടും ഇതുപോലൊരു ചെറിയ ഓഫീസിലേക്ക് വരുന്നത് മോശമല്ലേ? കാലം നമുക്ക് അനുകൂലമായി കഴിഞ്ഞു. നമ്മുടെ ഇല്ലായ്മകൾക്ക് അവസാനമായി. എന്നിട്ട് കുഞ്ഞെന്തിനാ ഇങ്ങനെ സംശയിക്കുന്നത്? നമ്മുടെ യാത്ര ഇനി താഴോട്ടല്ല, മുകളിലേക്കാണ്. ഓഫീസ് ഉടനെ മാറ്റിയേ തീരൂ. അതിനൊരു നല്ല സ്ഥലം കണ്ടെത്തണം. മാത്രമല്ല, നമുക്ക് സ്റ്റാഫും വളരെ കുറവാണ്. സൈറ്റ് എഞ്ചിനീയേഴ്സാണ് തീരെ കുറവ്. എത്രയും വേഗം കുറേ പേരെ നിയമിക്കണം. റിട്ടയർഡായ ഒരു നല്ല സ്ട്രക്ചറൽ എഞ്ചിനീയറെ കിട്ടുമോ നോക്കണം. ബീച്ചേട്ടൻ നോക്കൂ, ഓഫീസിന് പറ്റിയൊരു സ്ഥലം കിട്ടുമെന്ന്. നമുക്ക് മാറിക്കളയാം. ശരി. അതായത് ഈ കാശെന്ന് പറയുന്നത് മയിൽപ്പീലിയൊന്നുമല്ല, പുസ്തകത്തിനകത്ത് വെച്ചാൽ പെറ്റ് പെരുകാൻ. അത് വേണ്ടതുപോലെ വേണ്ടിടത്ത് നിക്ഷേപിക്കണം. അപ്പോഴേ അത് പെരുകയുള്ളൂ. അല്ലാതെ പൈസ കൊണ്ടുവന്ന് ബാങ്കിൽ അടവച്ചാൽ എന്തോ കിട്ടാനാ? 1 ലക്ഷത്തിന് കഷ്ടിച്ച് 1000 ഉലുവ മാസം കിട്ടും. അത്രയേ ഉള്ളൂ. ഇതാണെങ്കിൽ 2 മാസം കൊണ്ട് നമുക്ക് മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാം. കൊച്ചേട്ടൻ പറയുന്ന കേൾക്കാൻ രസമുണ്ട്. പക്ഷെ അത് ശരിയാവുന്ന സംശയം. എനിക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം വേണം, അത് അത്യാവശ്യം. അന്ന് അമൃത പറഞ്ഞതും അതാ. അതാ പറഞ്ഞത്, ബാങ്കിലിട്ടാ നിനക്ക് 1000 ഉലുവ കിട്ടും. അതുകൊണ്ട് വല്ലതും ആവോ? മാസം കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ ഞാനൊരു വീടെടുത്ത് മാറിയനെ. ഇവിടെ ഇങ്ങനെ കിടന്ന് കൂട്ടത്തല്ല് എനിക്ക് മടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാനും നിന്റെ കൂടെ വന്നേനെ. കാരണം നിന്റെ ഭർത്താവിന്റെ അച്ഛനും അമ്മാവനും കൂടിയാണ് ഞാൻ. എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. എടീ,
വേറെ ആരായിരുന്നാലും നിനക്കിങ്ങനെ 1 ലക്ഷം കിട്ടുമ്പോ സ്ത്രീധനമായിട്ടോ മറ്റേതെങ്കിലും കണക്ക് പറഞ്ഞോ പകുതി വേണ്ട, ഒരു 30,000 എങ്കിലും വാങ്ങിച്ചെടുത്തേരെ. ഞാനത് ചെയ്യുന്നില്ല. ഹാ, അതിന് ഞാൻ തന്നിട്ട് വേണ്ടേ? ഹോ, അമ്മാവൻ മോനെ നല്ലതുപോലെ അടിച്ചു വളർത്തിയിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ആവുമായിരുന്നോ? എന്ന് ഞാൻ കണ്ണീരും കയ്യുമായിട്ടാ കഴിയുന്നത്. അതാരെങ്കിലും അറിയുന്നുണ്ടോ? അവര് പലിശയ്ക്ക് കൊടുത്താ ഈ കാശൊക്കെ ഉണ്ടാക്കിയത്. പലിശയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും ലാഭം. എടീ, ഓരോ ലക്ഷം വീതം രണ്ടുപേരും വെവ്വേറെ ചെയ്യുന്നതിനേക്കാൾ ലാഭം ഒന്നിച്ച് 2 ലക്ഷമായി എവിടെയെങ്കിലും മുതൽ മുടക്കുന്നതാ. കൂടുതൽ മുതൽ മുടക്ക് സമം കൂടുതൽ ലാഭം, കൂടുതൽ ലാഭം സമം കൂടുതൽ സമ്പാദ്യം. അയ്യോ, അതൊന്നും വേണ്ട. അവനവന്റെ മുതൽ അവനവൻ തന്നെ സൂക്ഷിച്ചാ മതി. ആ, അതാ നല്ലത്. ഹ, അല്ലെങ്കിൽ പിന്നെ അമ്മയല്ലേ ആള്. എന്റെ കാശ് പോയ വഴി കാണത്തില്ല. ഇതാ നിങ്ങളുടെ കുഴപ്പം. ഒരു ഭാഗ്യം വരുമ്പോഴും കഷ്ടകാലം വരുമ്പോഴും വഴക്കോട് വഴക്ക്. ഇടി സരസമ്മേ, ഒരുമിച്ച് നിൽക്കണം. ഐകമത്യം മഹാബലം. ഭാഗ്യം വരുമ്പോ പ്രത്യേകിച്ച് ഒരുമിച്ച് നിൽക്കണം. ഇല്ലേൽ കയ്യിൽ കിട്ടിയത് പല വഴിക്ക് അങ്ങ് പോകും. ഞാൻ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായി പല ബിസിനസ്സും നടത്താം. വേണമെങ്കിൽ ഒരു ചിട്ടി തുടങ്ങാം, അതല്ലെങ്കിൽ പലിശയ്ക്ക് കൊടുക്കാം. അതുമല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ തയ്യക്കടയും തുണിക്കടയും തുടങ്ങാം. അതുമല്ലെങ്കിൽ ഒരു ടാക്സി എടുക്കാം. അത് ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. ടാക്സി എന്ന് പറയുന്നത് ഒരു വലിയ ലാഭമുള്ള ഏർപ്പാടാ. ഇന്നത്തെ കാലത്ത് ടൂറിസ്റ്റുകൾ നാട്ടിലോട്ട് എരച്ചു വരിക. ഇവർക്ക് യാത്ര ചെയ്യാൻ ആവശ്യത്തിന് കാറുണ്ടോ നമ്മുടെ നാട്ടില്? ഇല്ല. ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ടാക്സി വാങ്ങിച്ച് ഓടി ഒരു ഡ്രൈവറെ വയ്ക്കാം. എങ്ങനെ വന്നാലും 100-800 രൂപ ദിവസം വരുമാനം കിട്ടും. 1000 രൂപയ്ക്ക് ഓടിയ 200 രൂപ ഡ്രൈവർക്ക്. ബാക്കി നിങ്ങളുടെ പാക്കറ്റിൽ. എനിക്ക് പലിശയ്ക്ക് കൊടുത്താ മതി. മതി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ വനജയ്ക്ക് ടാക്സി എടുക്കാമല്ലോ. അമ്മാവനൊക്കെ നോക്കി നടത്തിക്കൊള്ളാം. അതേതായാലും എനിക്ക് തീരെ വിശ്വാസമില്ല. അമ്മാവൻ കള്ളു കുടിച്ച് വഴി കിടക്കും, കാർ ആണുങ്ങൾ അടിച്ചോണ്ട് പോകും. ഇല്ലടി, ഒരിക്കലുമില്ല. എന്തുകൊണ്ടാ അമ്മാവൻ കുടിക്കുന്നതെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സങ്കടം കൊണ്ടാ, മനസ്സമാധാനമില്ലാത്തതുകൊണ്ടാ. എനിക്ക് ജോലിയുണ്ടോ? 4 കാശിന്റെ വരുമാനമുണ്ടോ? കിടപ്പാടമുണ്ടോ? എനിക്ക് എന്റെ മോനെ കൊണ്ട് വല്ല പ്രയോജനവും ഉണ്ടോ? എന്റെ മോൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? എന്റെ മോന്റെ ഭാര്യയ്ക്കും കൊച്ചിനും ചെലവിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ പെങ്ങള്, എന്റെ ആകെ ഉള്ള ഒരു കൂടപ്പിറപ്പ്, അവക്കൊരു മുണ്ടും നേരിയതും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. പക്ഷേ സ്വന്തമായിട്ടൊരു ജോലിയോ ചുമതലയോ വന്നാൽ ഞാൻ പിന്നെ കുടിക്കത്തില്ല. നിന്റെ തലയിൽ വേണ്ട, എവിടെ തലയിൽ അല്ലെങ്കിൽ വേണ്ട. ഞാൻ സത്യം ചെയ്തിട്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പവും സംഭവിച്ചാൽ അത് വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വസിക്കും. ഞാൻ നോക്കി നടത്തിക്കൊള്ളാം. എന്റെ കയ്യിൽ നയാ പൈസ തനിയും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം സരസമ്മേ, വനജേ, നിങ്ങൾക്ക് സങ്കടമായാലും ശരി, ദേഷ്യം വന്നാലും ശരി, ഒറ്റ പൈസ ഞാൻ കൈകൊണ്ട് കൊടുത്തില്ല. അമ്മാവന് കുറച്ച് അഭിമാനമൊക്കെ ബാക്കിയുണ്ട്. അപ്പോ കാറ് തന്നെ എടുക്കാം അല്ലേ വനജേ? ആ, നോക്കട്ടെ. ഒത്തു വന്നാ വാങ്ങിക്കാം. ഒത്തുവരും. 1-ാം തരം കാറ് ഒത്തുവരും. ഞാനില്ലേ നിന്റെ കൂടെ? 1 ലക്ഷം നിന്റെ കയ്യിലുണ്ട്. 1 ലക്ഷം കടം വാങ്ങിക്കാം. 2 ലക്ഷം കൊടുത്ത ടാക്സി ഇടാൻ പറ്റിയ റണ്ണിങ് കണ്ടീഷനുള്ള 1-ാം തരം അംബാസഡർ കാറ് കിട്ടും തീർച്ച. അപ്പോ നിന്റെ പൈസ നീ പലിശയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചോ? ആ, നോക്കട്ടെ.